ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ആഘോഷപ്പുലരിയായി ഇന്ന് വിഷു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് മലയാളികൾ. മേടം 1-നാണ് സാധാരണയായി വിഷു ആഘോഷിക്കുന്നതെങ്കിൽ ഇക്കുറി മേടം 2-നാണ് വിഷു എത്തിയത്. ഗുരുവായൂർ, ശബരിമല, പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ 2:50 മുതൽ 3:50 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക ശീവേലിയും വിഷുസദ്യയും ഒരുക്കിയിട്ടുണ്ട്. ശബരിമലയിൽ രാവിലെ 7 മണിവരെ ഭക്തർക്ക് കണി കാണാൻ അവസരം നൽകി. ഏപ്രിൽ 18 വരെ ശബരിമലയിൽ ദർശനം തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കേരളീയർക്കും വിഷു ആശംസകൾ നേർന്നു. വിഷു പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഉത്സവമാണെന്നും എല്ലാവരോടും അനുഭാവപൂർണമായ സമീപനം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ അവസരം ഓർമ്മിപ്പിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വരും വർഷം ഏവർക്കും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞതായിരിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഈ മാസം 23-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം സജീവം. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് നാഗർകോവിലിൽ എത്തും. ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് നാഗർകോവിലിലേക്ക് തിരിക്കുക. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാഗർകോവിലിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ പീയൂഷ് ഗോയൽ എന്നിവരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ഇന്ന് സേലം ജില്ലയിൽ പ്രചാരണം നടത്തും. നടൻ വിജയ് ചെന്നൈയിൽ പ്രചാരണത്തിനായുള്ള അനുമതി തേടിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ പ്രചാരണം ശക്തമാകുന്നു. ബിജെപി മുതിർന്ന നേതാവ് അമിത് ഷാ ഇന്ന് വടക്കൻ ബംഗാളിൽ നിരവധി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വിവിധയിടങ്ങളിൽ നടക്കുന്ന റാലികളിലും അദ്ദേഹം പങ്കെടുക്കും. ധനമന്ത്രി നിർമ്മലാ സീതാരാമനും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇന്ന് സംസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്ന് വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ ഇസ്ലാംപൂരിൽ നടക്കുന്ന പൊതുയോഗത്തിലും സിലിഗുരിയിലും ചൽസയിലും നടക്കുന്ന റോഡ് ഷോകളിലും പങ്കെടുക്കും. ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബിജെപി നേതാവുമായ സാമ്രാട്ട് ചൌധരി സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പട്നയിലെ ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട JDU അധ്യക്ഷൻ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് സാമ്രാട്ട് ചൌധരി മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. ഛത്തീസ്ഗഡിലെ ശക്തി ജില്ലയിലുള്ള പവർ പ്ലാന്റിൽ ബോയിലർ ട്യൂബ് പൊട്ടിത്തെറിച്ച് 14 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ മാസം 30 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തും. മസ്കറ്റ്, ഷാർജ, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മസ്കറ്റിലേക്ക് സർവീസ്. ഷാർജയിലേക്ക് ദിവസവും സർവീസ് ഉണ്ടാകും. ചൊവ്വ, ശനി ദിവസങ്ങളിലാണ് ജിദ്ദയിലേക്ക് സർവീസ്. റിയാദിലേക്ക് വ്യാഴം, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സർവീസ് നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 32 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. രാത്രി 7:30-ന് കൊച്ചിയിലാണ് മത്സരം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്ന് എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ മലയാള ഫീച്ചർ ചലച്ചിത്രമായ അച്ചപ്പയുടെ ആൽബം ഈ മാസം 24-ന് പ്രദർശനത്തിന് എത്തും. ദീപ്തി പിള്ള ശിവൻ സംവിധാനം ചെയ്ത ചിത്രം സഞ്ജീവ് ശിവൻ, അനിർബൻ ഭട്ടാചാര്യ, ഉമേഷ് നായർ എന്നിവർ ചേർന്നാണ് രചിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.